പന്തളം മഹാദേവന്റെ അനുഗ്രഹങ്ങൾ പന്തളത്തെ എല്ലാവിധമായിരിക്കുന്ന ക്ഷേത്രങ്ങളുടെയും കാര്യങ്ങളിൽ എല്ലാവിധമായിരിക്കുന്ന ചടങ്ങുകളുടെയും മുഖ്യ കാര്യദർശിയായി ഒരുപാട് നിലകളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ജ്യേഷ്ഠതുല്യനായിട്ട് ഞാൻ കാണുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ ചേട്ടനും അദ്ദേഹം ജന്മഭൂമി പത്രത്തിന്റെ ചുമതലയുള്ള ആളാണ്. പന്തളം പ്രസ് ക്ലബിന്റെ ചുമതലയുള്ള ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം അദ്ദേഹം ഈ നാട്ടുകാരനാണ്, ഈ നാടിന്റെ ഒരു വലിയ അഭിമാനം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ മുത്താണ് എന്ന് പറയും ശ്രീ മൂർനാട് മധു. മധുചേട്ടനും അതുപോലെ തന്നെയാണ്. ഈ യജ്ഞമേഖലകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇവരെല്ലാം നമ്മളുടെ നല്ല നിരീക്ഷകരാണ്. ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു സഹോദരനെ പോലെ വിളിച്ച് പറഞ്ഞ് ഏതെല്ലാം വിധത്തിൽ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാ വിധത്തിലുള്ള എല്ലാ ജനങ്ങളിലേക്കും കൃത്യമായിട്ട് വാർത്തകളൊക്കെ എത്തിക്കുന്നതിലൊക്കെ ഒരുപാട് വലിയ പങ്ക് വഹിക്കുന്നു. നല്ല കാര്യങ്ങൾ നല്ലതുപോലെ തന്നെ നല്ലവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മോശമായ കാര്യങ്ങൾ ആർക്ക് എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നല്ലതിന്റെ രീതിയിൽ നന്മ പോലെ നന്മയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇങ്ങനെയൊരു നല്ല കർമ്മം നടക്കുന്ന സമയത്ത് എത്തിയ രണ്ടുപേരും അവരുടെ രണ്ട് വാക്കുകൾ നമുക്കൊരു വലിയ അനുഗ്രഹമാകും, ഒരു വലിയ സന്തോഷമാകും. രണ്ടുപേരോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ ശിവപുരാണ യജ്ഞത്തിന് ഒരു നല്ല ആശംസകൾ, ഒരു അനുഗ്രഹങ്ങൾ നൽകാൻ. അത് ചേട്ടൻ പിന്നെ ഈ നാട്ടുകാരൻ തന്നെയാണ്. ചേട്ടന്റെ ഒരു നാട്ടിലെ യജ്ഞമാണെങ്കിൽ പോലും ഗോപാലകൃഷ്ണൻ ചേട്ടൻ സഹിതം അദ്ദേഹവും ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും കൂടെയാണ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പ്രായോഗികതകളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. ഇന്നത്തെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ല മൂർച്ചയുള്ള ആയുധത്തെ പോലെ തന്നെ വാക്കുകളെ ഉപയോഗിച്ച് തെറ്റിനെ തെറ്റായി തന്നെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു വലിയ വ്യക്തി കൂടിയാണ്. എന്നെയും വിമർശിച്ചിട്ടുണ്ട് പലപ്പോഴും. അതിനെയൊക്കെ ഒരു ജ്യേഷ്ഠന്റെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അതെല്ലാം തിരുത്തുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹത്തെ നൽകാൻ ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹരി ഓം. നമ്മളിപ്പോ എന്നെ വിശേഷിപ്പിച്ച് നമ്മുടെ ബ്രഹ്മശ്രീ മനോജ് നമ്പൂതിരി അദ്ദേഹം പറഞ്ഞതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. കാരണം വിമർശിക്കും എന്ന് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ആത്മീയമായിട്ട് തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാനൊരു കൃഷ്ണഭക്തനാണ്. ഇപ്പം എനിക്ക് തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിമർശിക്കും. അത് പിന്നെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക്. അതായത് ഈശ്വരവിശ്വാസികളല്ലാത്തവരാണ് എനിക്ക് ശത്രുക്കളായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശബരിമല വിഷയമൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനത് ശരിക്കും വിമർശിക്കാറുണ്ട്, ഭരണകർത്താക്കളെ വിമർശിക്കാറുണ്ട്. അതെന്റെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞത് അതെന്റെ ചെറുപ്പത്തിൽ തൊട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. കാരണം ഇത് ഈ കലിയുഗത്തിൽ നാമജപം മാത്രമേ ഉള്ളൂ നമ്മളെ നേരായ വഴിക്ക് നയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമുക്ക് ഹിന്ദു സമൂഹത്തിനാണ് ആ ഒരു ചിന്തയില്ലാത്തത്. കാരണം സന്ധ്യയായി കഴിഞ്ഞപ്പോ സന്ധ്യാനാമം പോലും ക്ഷേത്രങ്ങളിലില്ല. എല്ലാവരും ഒരു പെട്ടിയുടെ മുന്നിൽ ഇരിക്കും. അതിനകത്ത് വരും കൃഷ്ണനും വരും, അയ്യപ്പനും വരും, ശിവനും വരും. അവിടെ വേണേൽ നിന്ന് തൊഴും. പക്ഷെ ക്ഷേത്രങ്ങളിൽ പോകത്തില്ല, നാമം ജപിക്കത്തില്ല. നമ്മൾ കണ്ടുപഠിക്കേണ്ടത് മറ്റു മതസ്ഥര് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ ആരാധനാലയം, അത് പള്ളിയാണേലും മസ്ജിദാണേലും പോയി അവരുടെ ആ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അനുഷ്ഠിക്കും. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഐക്യവുമുണ്ട്. അവർക്കത് രാഷ്ട്രീയം പോലും നോക്കാതാണ്. അവർക്ക് പൊതുവായിട്ടൊരു പ്രശ്നം ഉണ്ടായാലും അവർ ഇറങ്ങി പുറപ്പെടുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ശബരിമല വിഷയം. നാമം ജപിച്ച് പ്രതിഷേധിച്ച ഭക്തരെ തല്ലിച്ചതച്ചു. എന്നിട്ടും നമ്മുടെ ഹിന്ദു സമൂഹം മൊത്തത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടില്ല. 2 ദിവസം മുമ്പ് ഇവിടെ പിറവം പള്ളിയിൽ നടന്നു. അവിടെ
ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിന്നിട്ട് പോലീസുകാർ കാഴ്ചക്കാരായിട്ട് നിന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ എന്താണ് ചെയ്തത്? നാമം ജപിച്ചവരെ തല്ലി ചതച്ചു. ശബരിമല അവിടെ നിയന്ത്രണം എല്ലാം ഉണ്ട്. ഇതെങ്കിലും ഈ സാഹചര്യത്തിൽ നമ്മള് അക്രമത്തിന്റെ മാർഗത്തിൽ പോകുന്നില്ല. നാമം ജപിച്ചുകൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ അറിയാമല്ലോ, അസുരന്മാരെ വളർത്തിക്കൊണ്ടുവരും. ആസുര ശക്തികൾ വളർന്നു വരുമ്പോൾ ദൈവത്തിന്റെ നാമം ജപിച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിച്ച് അതിനെ തരണം ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറ നമുക്ക് സുഹൃതക്ഷയം ഉണ്ടാകും. കാരണം നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ മരിച്ചു പോയാൽ പോലും നമ്മൾ മോക്ഷപ്രാപ്തിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറ നമുക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണം. അതായത് ബലി തർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മോക്ഷം കിട്ടാതായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മുടെ ഹിന്ദു സമൂഹം ഇപ്പോഴത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ ഇതിലൊന്നും വിശ്വാസമില്ലാതെ മറ്റു വിശ്വാസങ്ങളിലും പോയി കഴിയുമ്പോൾ മോക്ഷം കിട്ടാതെ അലയാൻ നമ്മളായിരിക്കും, നമ്മുടെ ആത്മാക്കളായിരിക്കും. അതിന് കാരണവും നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ വീട്ടിൽ അനുഷ്ഠിക്കുന്നത് കണ്ടാണ് നമ്മുടെ വരും തലമുറ അത് പിന്തുടരുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് നാമം ജപിച്ചാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളാണേലും അടുത്ത തലമുറ ഇത് കണ്ട് അതുപോലെ അവർ തുടരും. വീട്ടിലൊരു സന്ധ്യാദീപം കൊളുത്താൻ ഇപ്പൊ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് തരുണത്തിൽ പറയാനുള്ളത്, ഈ ഇരിക്കുന്ന ആൾക്കാരെങ്കിലും നമ്മുടെ വീട്ടിൽ കൃത്യമായി എല്ലാ അനുഷ്ഠാനങ്ങളും, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ട, നമ്മുടെ ആചാരങ്ങൾ നമ്മൾ തുടർന്ന് പോവുക. ഇല്ല എങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും അതിന്റെ ദോഷം, നമ്മുടെ കുടുംബത്തിനായിരിക്കും, സുഹൃതക്ഷയമായിരിക്കും ഫലം. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇവിടെ ശ്രീ മനോജ് നമ്പൂതിരിയെ പോലൊരാളിനെ ഈ യജ്ഞാചാര്യനായിട്ട് കിട്ടിയത് തന്നെ വളരെ ഭാഗ്യമാണ്. അദ്ദേഹത്തിനെ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ശനീശ്വര പൂജ എന്ന് പറഞ്ഞൊരു പൂജ തുടങ്ങിയിരുന്നു അടുത്ത സമയത്ത്. മുട്ടാർ അയ്യപ്പ ക്ഷേത്രം എൻ്റെ ഗ്രാമ ദേവതയാണ്. നമ്മൾ ഞാൻ കൃഷ്ണഭക്തനാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മുടെ ഗ്രാമദേവ, അത് ആര് ചെയ്യേണ്ടതാണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് പോയാലും നമ്മുടെ ഗ്രാമദേവതയിൽ നിന്നും അനുഗ്രഹം നേടിയിട്ട് വേണം നമ്മൾ ഏത് കാര്യത്തിന് പോകാൻ. അതുകൊണ്ട് എല്ലാ കാര്യവും മുട്ടാർ ക്ഷേത്രത്തിലെ കാര്യത്തിലെല്ലാം ഞാൻ ഇത് ചെയ്യാറുണ്ട്. അവിടുത്തെ ഒരു കരയോഗത്തിന്റെ അമ്പലമാണ്, കരയോഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ അവിടുത്തെ ആത്മീയ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് അവിടെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ശനീശ്വര പൂജ ക്ഷേത്രത്തിൽ തുടങ്ങി വെച്ചത്. ഇപ്പൊ ഞങ്ങളുടെ മേൽശാന്തി തുടരുന്നേ ഉള്ളൂ. തുടർച്ചയായിട്ട് കുറേയേറെ നാള് അദ്ദേഹം വന്ന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ നാട്ടിലുള്ള ഈ ഇരിക്കുന്ന ആൾക്കാരെങ്കിലും നമ്മുടെ ആ ആചാരങ്ങള് മുറുകെ പിടിച്ചുകൊണ്ട് അത് ആചരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു മാതൃകയായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ സുഹൃതക്ഷയം നശിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അദ്ദേഹം നിങ്ങൾക്കെല്ലാം ഇതെല്ലാം പറഞ്ഞു തന്ന് കാണുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം അദ്ദേഹം എവിടെ പോയാലും ഇതുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യുക, ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ എല്ലാവർക്കും ഈ ഭഗവാൻ ശിവന്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹരി ഓം, ഹരേ കൃഷ്ണ.